എറണാകുളത്ത് വീണ്ടും ഒരു അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി TJ വിനോദ്. പ്രചാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു അംഗത്തിനാണ്, ഉറച്ച കോട്ട കൂടിയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ, എത്രത്തോളം ഉണ്ട്? അല്ല, എറണാകുളം നിയോജകമണ്ഡലം UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ഒരു നിയോജകമണ്ഡലമാണ്. ഇവിടെ UDF പ്രവർത്തകർ എല്ലാം വളരെ ആത്മവിശ്വാസത്തിലാണ്. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷ. പ്രത്യേകിച്ച് പരിഹാരമാകാത്ത, പ്രത്യേകിച്ച് വെള്ളക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾ സ്വാഭാവികമായും അങ്ങനെ ഒരു റെസ്പോൺസ് കൂടി തരുന്നുണ്ടോ? നഗരം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് വെള്ളക്കെട്ട്. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി കനാലുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയുണ്ട്. 3000 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭ്യമായിട്ടുണ്ട്. അതിൽ 4 കനാലുകൾ എറണാകുളം നിയോജകമണ്ഡലത്തിലാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ വരുന്ന 5 വർഷക്കാലത്തിനുള്ളിൽ നടപ്പാക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് സാബു ജോർജ് ആണ്. പ്രത്യേകിച്ച് ഇതിനു മുൻപ് നിങ്ങൾ കോർപ്പറേഷനിലൊക്കെ ഏറ്റുമുട്ടിയിട്ടുള്ളവർ കൂടിയാണ്, സുഹൃത്തുക്കൾ കൂടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് സെൻറ്റ് പോൾസ് കോളേജിൽ പഠിച്ചിരുന്നതാണ്. എൻ്റെ അതിനുശേഷം ഞങ്ങൾ കോർപ്പറേഷൻ കൗൺസിലിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അദ്ദേഹം ഡെപ്യൂട്ടി മേയറായിരുന്നപ്പോൾ ഞാൻ ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. തുടർന്ന് 2010 ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചു. ഞാനന്ന് അദ്ദേഹത്തെ എനിക്ക് പരാജയപ്പെടുത്താൻ ഒരു സാഹചര്യം ഉണ്ടായി. വീണ്ടും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉറച്ച സാമുദായിക വോട്ടുകൾ കൂടിയുള്ളൊരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ അതുകൂടി ലക്ഷ്യം വെച്ചിട്ടാണ് LDF അത്തരത്തിൽ സാബു ജോർജിനെ ഇറക്കിയിരിക്കുന്നത്. അല്ല, അത് LDFിൻ്റെ രാഷ്ട്രീയ നയം, നമുക്ക് കോൺഗ്രസിൻ്റെതായ രാഷ്ട്രീയ നയം, UDFിൻ്റെതായ രാഷ്ട്രീയ നയം, അതനുസരിച്ച് മുന്നോട്ട് പോകും. എന്തായാലും TJ വിനോദ് വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രചാരണങ്ങളും കാര്യങ്ങളൊക്കെ സജീവമായി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഹരികൃഷ്ണനൊപ്പം ലിഡിയ ജേക്കബ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.